ഇന്നത്തെ പിള്ളേരോടും നമ്മൾ എപ്പോഴും ചോദിച്ചാൽ എല്ലാവരും പറയും എനിക്ക് ഭാവിയിൽ ബിസിനസ് ചെയ്യണം, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ബിസിനസ് തുടങ്ങണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്ന് എല്ലാവരും പറയാറില്ലേ. എനിക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ക്ലാരിറ്റി ഉണ്ടായിരുന്നു, അത് എടുപിടിയെന്ന് ചെയ്യേണ്ട ഒരു കാര്യമല്ല. പലതിൽ നിന്നും പഠിക്കണം, പലരിൽ നിന്നും പഠിക്കണം, അതിൻ്റെ എല്ലാ പ്രോസ് ആൻഡ് കോൺസും മനസ്സിലാക്കണം, എന്നിട്ട് വേണം സ്റ്റെപ്പ് ഇൻ ചെയ്യാൻ. അങ്ങനെ ഒരു രീതിയിൽ തന്നെയായിരുന്നു ഞാൻ അതിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു റേഡിയോയിൽ എൻ്റെ ജോബ് എന്ന് പറയുന്നത് ഭയങ്കര നമ്മൾ പറയുന്നത് കംഫർട്ട് സോണിലാണ്. എന്നെ കൊണ്ടുപോകാൻ ഒരു വണ്ടി തിരുവനന്തപുരത്ത് നിന്ന് നെയ്യാറ്റിൻകരയിലേക്ക് വരുന്നു, രാവിലെ അങ്ങോട്ട് വരുന്നു, തിരിച്ച് കൊണ്ടുവിടുന്നു, വൈകുന്നേരം ആകുമ്പോഴത്തേനും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പം 4 പ്രാവശ്യം എനിക്ക് വേണ്ടി മാത്രം വണ്ടി പോകുന്നത്. നല്ല കളർ വണ്ടിയായിരുന്നു കേട്ടോ, ഓറഞ്ച് കളറിൽ. പെട്ടെന്ന് എല്ലാവരും ശ്രദ്ധിക്കും. അപ്പോൾ അത്രയും വലിയൊരു കംഫർട്ട് സോണിലാണ് ഞാൻ. പക്ഷെ ആ കംഫർട്ട് സോണിൽ ഞാൻ തുടർന്നു കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ ഇരിക്കും എന്ന് പറയുന്നൊരു തോട്ട് എൻ്റെ ഉള്ളിൽ കിടന്നിങ്ങനെ ഇത് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക എന്നെടുത്ത ഒരു തീരുമാനമാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് എന്ന് ഞാൻ പറയും. വലിയൊരു റിസ്ക് ആയിരുന്നു. വലിയ റിസ്ക് എന്ന് പറഞ്ഞാൽ വലിയ റിസ്ക് ആണ്. അന്ന് വീടിന്റെ ലോൺ അടഞ്ഞ് തീർന്നിട്ടില്ല തന്നെയാണ്. അപ്പോൾ എന്നിട്ട് ഇറങ്ങുമായിരുന്നു നമ്മൾ. പിന്നെ ഒരു 1.5 years I was with ഗവൺമെന്റ്. അപ്പോൾ അതും കഴിഞ്ഞിട്ട് സ്വന്തം നിലയ്ക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഞാൻ ഇപ്പോഴും എല്ലാവരോടും പറയും, നമ്മൾ ഏത് ബിസിനസ്സിന് ഇറങ്ങുമ്പോഴും ആ ബിസിനസ്സിൽ നിന്ന് 6 മാസം നമുക്ക് ഒരു വരുമാനവും കിട്ടില്ല എന്ന ചിന്തയിൽ വേണം നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ. അത് ബിസിനസ്സിന്റെ ഞാൻ പറയാറുള്ള ഒരു ബേസിക് പോയിന്റ് ആണ്. അപ്പോൾ ഈ 6 മാസത്തേക്കുള്ള സാധനം ഞാൻ കണ്ടിട്ടുണ്ട്. 7ാമത്തെ